നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നോക്കുന്നത് ഹരിത വിപ്ലവമാണ്. നമ്മുടെ പരീക്ഷകളിൽ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇപ്പം നമ്മൾ മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ വിവരാവകാശ നിയമം ഈ ടോപ്പിക്കുകളൊക്കെ പോലെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഹരിത വിപ്ലവം എന്നുള്ളത്, അഥവാ ഗ്രീൻ റവല്യൂഷൻ എന്നുള്ളത്. ഈ ഭാഗത്തു നിന്നും ഒരു ചോദ്യം ഉറപ്പാണ്. അത് ഏത് പരീക്ഷയായിക്കോട്ടെ, ഈ ഭാഗത്തു നിന്നും ഒരു ചോദ്യം ഉറപ്പാണ്. അതിന് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമായതുകൊണ്ട് ഒരു ചോദ്യം മിനിമം എന്നാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഒന്നിലധികം ചോദ്യങ്ങളും ചോദിക്കാം, അതിനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആ സാധ്യതയെ തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, മിനിമം ഒരു മാർക്കെങ്കിലും നമുക്ക് ഈ ഭാഗത്തു നിന്ന് ഉറപ്പിക്കാൻ പറ്റും. കുറച്ച് സമയം കൊണ്ട് ഈ ഭാഗത്തു നിന്ന് എന്ത് ചോദിച്ചാലും ഉത്തരം ചെയ്യാൻ പ്രാപ്തരാക്കി നിങ്ങളെ എടുക്കുന്ന തരത്തിലാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നല്ല രീതിയിൽ കണ്ട് റിപ്പീറ്റ് ചെയ്ത് കണ്ട് കാര്യങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് സമയം കളയാതെ എന്താണ് ഹരിത വിപ്ലവം എന്നുള്ളത് നോക്കാം. അതിനു മുൻപായിട്ട് SCERT പാഠഭാഗങ്ങൾ ബേസ് ചെയ്തും അതോടൊപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തി ഇനി വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രയേറെ ഉപകാരപ്രദമാകും ഇത്. നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കമൻറ്റുകളായിട്ട് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അത് ഈ ഒരു എപ്പിസോഡെന്നല്ല, ഏത് എപ്പിസോഡ് കണ്ടാലും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഡൗട്ടുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ എന്താണ് നിങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഹരിത വിപ്ലവത്തിലേക്ക് നോക്കാം. ഹരിത വിപ്ലവം സ്വാതന്ത്ര്യത്തിനു മുൻപുള്ള ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി സമ്പ്രദായം കർഷകർക്ക് കടബാധ്യതയും ഭക്ഷ്യവിളകളോടുള്ള ബ്രിട്ടീഷുകാരുടെ അവഗണന ഭക്ഷ്യക്ഷാമവും സൃഷ്ടിച്ചു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയും കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും കാർഷിക ഉൽപ്പാദനക്ഷമത കുറയുന്നതിന് കാരണമായി. എന്താണ് ഹരിത വിപ്ലവത്തിന് മുൻപുള്ള ഇന്ത്യയുടെ ഒരവസ്ഥ? ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടം, അവിടെ അവരുടെ ഭൂനികുതി സമ്പ്രദായവും കർഷകർക്കുണ്ടായ കടബാധ്യതകളും അതുപോലെ തന്നെ ഭക്ഷ്യവിളകളോടുള്ള ബ്രിട്ടീഷുകാരുടെ അവഗണനയുമൊക്കെ ഭക്ഷ്യക്ഷാമം സൃഷ്ടിക്കുന്നതിന് കാരണമായി. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം കാർഷിക മേഖലയിൽ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളില്ല, അതിൻ്റെ പരിമിതിയും കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ ഉപയോഗമൊക്കെ കാർഷിക ഉൽപ്പാദനക്ഷമത കുറയുന്നതിന് കാരണമായി. ഈ ഒരു ഘട്ടത്തിലാണ് ഹരിത വിപ്ലവത്തിൻ്റെ പ്രാധാന്യം ഉടലെടുക്കുന്നത്. സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് നമ്മുടെ രാജ്യത്തെ കാർഷിക രംഗം വിവിധങ്ങളായ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു. ഈ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനായി സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കരണം, ഹരിത വിപ്ലവം എന്നീ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഹരിത വിപ്ലവം വരുന്നതിന് മുൻപുള്ള ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിൻ്റെ ഒരവസ്ഥ, ഇന്ത്യയുടെ കാർഷിക മേഖലയുടെ ഒരവസ്ഥ നമ്മൾ പറഞ്ഞു. ആ ഘട്ടത്തിലാണ് ഭൂപരിഷ്കരണങ്ങളും ഹരിത വിപ്ലവവും തുടങ്ങിയ പരിഷ്കാരങ്ങളൊക്കെ ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥതയിൽ വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. ആ പരിധിക്ക് മുകളിലുള്ള ഭൂമിയെ മിച്ചഭൂമിയായി കണക്കാക്കി ഗവൺമെൻറ് ഏറ്റെടുത്ത് ഭൂരഹിതരായ കർഷകർക്കും കുടിയാന്മാർക്കും വിതരണം ചെയ്തു. അതാണ് ഭൂപരിഷ്കരണം. ഒരാളുടെ കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിക്കുകയും ആ പരിധിക്കപ്പുറം ഒരാളുടെ കയ്യിലുള്ള ഭൂമിയെ മിച്ചഭൂമിയായിട്ട് പ്രഖ്യാപിക്കുകയും അത് സർക്കാർ ഏറ്റെടുത്ത് ഭൂമിയില്ലാത്തവർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. തൽഫലമായിട്ട് കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ചു. സ്വാഭാവികമായിട്ടും ഓരോ കർഷകനും സ്വന്തമായിട്ട് ഭൂമിയുണ്ടായി. അപ്പോൾ അവനതിൽ ആ മണ്ണിൽ പണിയെടുക്കുന്നതിന് അവന് സന്തോഷം വർദ്ധിച്ചു. അതുമാത്രമല്ല, ആരുടെയും ചൂഷണങ്ങൾ ഇല്ലാണ്ട് അവന് പണിയെടുക്കാൻ സാധിച്ചു. ആ സമയത്ത് കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ചു. ഇന്ത്യക്ക് മാതൃകയായി ഭൂപരിഷ്കരണ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിലൊന്നാണേത്? കേരളം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയമായ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം. എന്താണ് ഹരിത വിപ്ലവം? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും രാസവളങ്ങളും കീടനാശിനികളും പുത്തൻ സാങ്കേതിക വിദ്യകളും കുറഞ്ഞ നിരക്കിലുള്ള വായ്പയും ശാസ്ത്രീയമായിട്ടുള്ള ജലസേചനം ഇവയെല്ലാം ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം, ശ്രദ്ധിക്കുക, ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം.
ഭക്ഷ്യധാന്യങ്ങളിൽ പ്രധാനമായും ആദ്യഘട്ട നേട്ടം കാണാനായത് ഗോതമ്പ് ഉൽപ്പാദനത്തിലാണ്. അതിനാൽ ഇതിനെ ഗോതമ്പ് വിപ്ലവം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഇങ്ങനെ ഭക്ഷ്യധാന്യങ്ങളിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹരിത വിപ്ലവം നടപ്പിലാക്കിയപ്പോൾ അതിൻ്റെ ആദ്യ നേട്ടം കാണാൻ സാധിച്ചത് നമുക്ക് ഗോതമ്പിലാണ്. ഗോതമ്പിൻ്റെ ഉൽപ്പാദനം എന്താണ്? ഗണ്യമായിട്ട് വർദ്ധിച്ചു, നല്ല തോതിൽ വർദ്ധിച്ചു ഗോതമ്പിൻ്റെ ഉൽപ്പാദനം. അതുകൊണ്ട് തന്നെ ഇതിനെ എന്താണ്? ഗോതമ്പ് വിപ്ലവം എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഹരിത വിപ്ലവം എന്താണെന്ന് മനസ്സിലായി, ഭൂപരിഷ്കരണം എന്തായിരുന്നു എന്ന് മനസ്സിലായി. ഹരിത വിപ്ലവത്തിനൊക്കെ മുൻപുള്ള ഇന്ത്യയുടെ ഒരു അവസ്ഥ, കാർഷിക മേഖലയിലും സാമ്പത്തിക മേഖലയിലും ഉണ്ടായിരുന്ന ഇന്ത്യയുടെ ഒരു അവസ്ഥ എന്താണെന്ന് മനസ്സിലായി. ഹരിത വിപ്ലവത്തിനെ നമ്മൾ എന്തുകൊണ്ടാണ് ഗോതമ്പ് വിപ്ലവം എന്നും അറിയപ്പെടുന്നത് എന്ന കാര്യവും മനസ്സിലായി. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഹരിത വിപ്ലവത്തിൻ്റെ ഇരുപുറങ്ങൾ. ഹരിത വിപ്ലവത്തിന് കുറച്ച് നേട്ടങ്ങളും അതോടൊപ്പം തന്നെ ചില പരിമിതികളും ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദന വർധനവാണ് ആദ്യത്തെ നേട്ടം. രണ്ടാമതെന്താ? ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കി. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും കുറഞ്ഞു. അപ്പോൾ ഇത്രയും പോയിന്റുകളൊന്ന് പഠിച്ചു വെക്കുക. ഹരിത വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിച്ചു, ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കി, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും കുറഞ്ഞു. പരിമിതികൾ എന്താണ്? ജലം അമിതമായി ഉപയോഗിച്ചത് വഴി ഭൂഗർഭജലത്തിൻ്റെ അളവ് ഗണ്യമായിട്ട് കുറഞ്ഞു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം എന്താണ്? മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത കുറച്ചു. ഇത്രയും മെയിനായിട്ടുള്ള അതിൻ്റെ നേട്ടവും പരിമിതികളും ഒന്നും ഓർത്തു വെക്കേണ്ട കാര്യമേ ഉള്ളൂ. ഇതിപ്പം SCERT പാഠഭാഗത്തിലെ ആയതുകൊണ്ടാണ് ബാക്കി നമ്മൾ ഫില്ല് ചെയ്യുക എന്നുള്ള തരത്തിൽ ഇങ്ങനെ ഒരു ചാർട്ടൊക്കെ പാഠഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഹരിത വിപ്ലവത്തിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ, നോർമൻ ബോർലോഗാണ് ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് നോർമൻ ഏണസ്റ്റ് ബോർലോഗാണ്. അതാണ് നോർമൻ ബോർലോഗ്. ലോകത്തിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് നോർമൻ ഏണസ്റ്റ് ബോർലോഗാണ്. ലോകമെമ്പാടുമുള്ള അനേകായിരം ആൾക്കാരെ പട്ടിണിയിൽ നിന്നും രക്ഷിച്ച ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് നോർമൻ ഏണസ്റ്റ് ബോർലോഗ്. 1914 മാർച്ച് 25 അമേരിക്കയിൽ ജനിച്ച ഇദ്ദേഹം പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യപടിയെന്ന് വിശ്വസിച്ചു. 1970 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചു. അപ്പം നോർമൻ ബോർലോഗാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. അദ്ദേഹം അമേരിക്കയിൽ ജനിച്ചു. 1970 അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചു. അദ്ദേഹമാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അത് പഠിച്ചു വെക്കുക. ഇനി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. അദ്ദേഹം 1925 ഓഗസ്റ്റ് 7 തമിഴ്നാട്ടിലെ കുംഭകോണത്ത് ജനിച്ചു. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ആദ്യ ഡയറക്ടറായി പ്രവർത്തിച്ചു. രാജ്യത്തെ 70% ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോഴും രാജ്യം ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുകയാണ്. ഇതിന് പരിഹാരം കാണുന്നതിനായിട്ട് നോർമൻ ബോർലോഗുമായി സഹകരിച്ച് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവ പരീക്ഷണം നടത്തി. തൽഫലമായിട്ട് ഉൽപ്പാദനം മുൻ വിളവെടുപ്പിനേക്കാൾ 5 ദശലക്ഷം ടൺ വർദ്ധിച്ചു. 5 ദശലക്ഷം ടൺ വർദ്ധിച്ചു. ഇതിനെ തുടർന്ന് ഇന്ത്യ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്തു. ഈ നേട്ടങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവഹിച്ച അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ, ഭാരതരത്നം എന്നീ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. 2023 സെപ്റ്റംബർ 28 ഇദ്ദേഹം ചെന്നൈയിൽ അന്തരിച്ചത്. അതൊരു കറണ്ട് അഫെയറിൻ്റെ പാർട്ടിലും കൂടി വരും. കാരണം അദ്ദേഹം 2023 സെപ്റ്റംബർ 28 അന്തരിച്ചത്. അദ്ദേഹത്തിന് പത്മഭൂഷൺ, പത്മശ്രീ, ഭാരതരത്ന എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടപ്പിലായതോടുകൂടി ഏകദേശം 5 ദശലക്ഷം ടണ്ണാണ് ഉൽപ്പാദനം വർദ്ധിച്ചത്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുകളും ഒന്ന് നോക്കാം.
ഏഷ്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം ഏത്? ഏഷ്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം ഫിലിപ്പൈൻസ് ആണ്. എന്താണ്? ഏഷ്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം അത് ഫിലിപ്പൈൻസ് ആണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. പഞ്ചാബിലാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആദ്യമായിട്ട് ആരംഭിച്ചത്. ഏത് പദ്ധതിക്കാലത്താണ് ഹരിത വിപ്ലവം ശക്തമായി നടപ്പിലാക്കിയത്? അത് റോളിംഗ് പ്ലാൻ കാലത്താണ്. 1966 മുതൽ 69 വരെയുള്ള റോളിംഗ് പ്ലാൻ. ഏത് പദ്ധതിക്കാലം എന്ന് ചോദിക്കുന്നത് ഇവിടെ പഞ്ചവത്സര പദ്ധതികളുടെ കാര്യമാണ് കേട്ടോ. അവിടെ റോളിംഗ് പ്ലാൻ സമയത്താണ് 1966 തൊട്ട് 1969 വരെ 1966 തൊട്ട് 1969 വരെയുള്ള കാലത്ത് റോളിംഗ് പ്ലാനിൻ്റെ കാലത്ത്, ഒന്നുകൂടി പറയുകയാണ്, റോളിംഗ് പ്ലാൻ കാലത്താണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ശക്തമായിട്ട് നടപ്പിലാക്കിയത്. 1966 തൊട്ട് 1969 വരെയുള്ള കാലം, 1966 മുതൽ 69 വരെയുള്ള സമയത്താണ് ഹരിത വിപ്ലവം ശക്തമായിട്ട് നടപ്പിലാക്കിയത്. ഹരിത വിപ്ലവത്തിലൂടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ച ധാന്യം ഏതാണ്? ധാന്യം ഗോതമ്പാണ്. ഭക്ഷ്യധാന്യം ഗോതമ്പാണ് ഹരിത വിപ്ലവത്തിലൂടെ. അതുകൊണ്ടാണ് നമ്മൾ ഗോതമ്പ് വിപ്ലവം എന്നും പറയുന്നത്. ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാക്കിയ നാണ്യവിള കരിമ്പാണ്. ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാക്കിയ നാണ്യവിളയാണ് കരിമ്പ്. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ച ധാന്യം അഥവാ ഭക്ഷ്യധാന്യം ഗോതമ്പാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവും ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ഹീറോ ഡോക്ടർ MB സിംഗ് ആണ്. ശ്രദ്ധിക്കുക, ഒരിക്കലും മാറിപ്പോവാൻ പാടില്ല. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ആർക്കിടെക്റ്റ്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ഹീറോ ഡോക്ടർ MB സിംഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ഹീറോ ഡോക്ടർ MB സിംഗ് ആണ്. ഹരിത വിപ്ലവം നടന്ന സമയത്ത് കേന്ദ്ര കൃഷിമന്ത്രി C സുബ്രഹ്മണ്യമായിരുന്നു. ഹരിത വിപ്ലവം നടന്ന സമയത്ത് കേന്ദ്ര കൃഷിമന്ത്രി ആരാണ്? C സുബ്രഹ്മണ്യമായിരുന്നു. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം കാലഘട്ടം എന്ന് പറയുന്നത് 1970കളുടെ മധ്യം മുതൽ 80കളുടെ മധ്യം വരെയാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം കാലഘട്ടം 1970കളുടെ മധ്യം മുതൽ 1980കളുടെ മധ്യം വരെയാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടം. ജില്ലാതല തീവ്ര കാർഷിക പരിപാടി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അത് ഹരിത വിപ്ലവം എന്ന പേരിലാണ് ജില്ലാതല തീവ്ര കാർഷിക പരിപാടി അറിയപ്പെടുന്നത്. ഹരിത വിപ്ലവം എന്ന പേരിലാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ രാഷ്ട്രീയ പിതാവാണ് C സുബ്രഹ്മണ്യം. അദ്ദേഹമായിരുന്നു ആ സമയത്ത് കേന്ദ്ര കൃഷിമന്ത്രി. അപ്പോൾ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ രാഷ്ട്രീയ പിതാവ് C സുബ്രഹ്മണ്യമാണ്. നമുക്ക് മാറിപ്പോകരുത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ആർക്കിടെക്റ്റ് ഡോക്ടർ MS സ്വാമിനാഥൻ. അതേസമയത്ത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ രാഷ്ട്രീയ പിതാവ് C സുബ്രഹ്മണ്യമാണ്. ഹരിത വിപ്ലവം ആദ്യമായിട്ട് ആരംഭിച്ച രാജ്യം മെക്സിക്കോയാണ്. കല്യാൺ, സൊണാലിക എന്നിവ ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണ്? ഗോതമ്പിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണ് കല്യാൺ, സൊണാലിക എന്നിവ. സീഡ് ഫെർട്ടിലൈസർ ഇറിഗേഷൻ റവല്യൂഷൻ എന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്നത് എന്താണ്? ഹരിത വിപ്ലവമാണ്. സീഡ് ഫെർട്ടിലൈസർ ഇറിഗേഷൻ റവല്യൂഷൻ സീഡ് ഫെർട്ടിലൈസർ ഇറിഗേഷൻ റവല്യൂഷൻ എന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്നത് ഹരിത വിപ്ലവമാണ്. ഹരിത വിപ്ലവം എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് വില്യം എസ് ഗൗഡാണ്. ഹരിത വിപ്ലവം എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് വില്യം എസ് ഗൗഡാണ്. ലോകത്തിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് നോർമൻ E ബോർലോഗാണ്. ജില്ലാതല തീവ്ര കാർഷിക പരിപാടി എന്നറിയപ്പെടുന്നത് ഹരിത വിപ്ലവമാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ രാഷ്ട്രീയ പിതാവ് C സുബ്രഹ്മണ്യമാണ്. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോയാണ്. കല്യാൺ, സൊണാലിക എന്നിവ ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണ്? ഗോതമ്പിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണ്. സീഡ് ഫെർട്ടിലൈസർ ഇറിഗേഷൻ റവല്യൂഷൻ എന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്നത് ഹരിത വിപ്ലവമാണ്. സീഡ് ഫെർട്ടിലൈസർ ഇറിഗേഷൻ റവല്യൂഷൻ. ഹരിത വിപ്ലവം എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് വില്യം എസ് ഗൗഡാണ്. ഹരിത വിപ്ലവം എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് വില്യം എസ് ഗൗഡാണ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ്, ഹരിത വിപ്ലവത്തിലൂടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ച ധാന്യം ഗോതമ്പാണ്. ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാക്കിയ നാണ്യവിളയാണ് കരിമ്പ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് ഡോക്ടർ എം എസ് സ്വാമിനാഥനും ഹരിത വിപ്ലവത്തിൻ്റെ ഹീറോ ഡോക്ടർ എം പി സിംഗും. ഹരിത വിപ്ലവം നടന്ന സമയത്ത് കേന്ദ്ര കൃഷിമന്ത്രി സി സുബ്രഹ്മണ്യം. അതുകൊണ്ട് ഹരിത വിപ്ലവത്തിൻ്റെ രാഷ്ട്രീയ പിതാവ് സി സുബ്രഹ്മണ്യമാണ്. പിന്നെ എന്താണ്, ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സംസ്ഥാനം പഞ്ചാബാണ്. ഇത് റോളിംഗ് പ്ലാൻ കാലത്ത് 1966 മുതൽ 69 വരെയുള്ള സമയത്താണ് എന്താണ് ശക്തമായ രീതിയിൽ ഹരിത വിപ്ലവം നടപ്പിലാക്കിയത്. അപ്പോൾ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കി എന്ത് ചെയ്യുക, നല്ല രീതിയിൽ മനസ്സിൽ നല്ല രീതിയിൽ പതിയുന്ന തരത്തിൽ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അതുപോലെ തന്നെ ഈ ഭാഗത്തു നിന്ന് ഇനി ഒരു മാർക്കും നമുക്ക് നഷ്ടമാകില്ല.